വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം 24. ജോലിയെല്ലാം കഴിഞ്ഞ് അമൃത തിരികെ ഹോസ്പിറ്റലിലെത്തി. അവൾ അച്ചു കിടക്കുന്ന 2ാം നിലയിലേക്ക് നടക്കുമായിരുന്നു. ലിഫ്റ്റ് കയറി മുകളിലെത്തി നഴ്സിംഗ് സ്റ്റേഷൻ കടന്നുപോയപ്പോൾ അന്ന് അവിടെ ആരെയും കണ്ടില്ല. എല്ലാവരും ഡ്യൂട്ടിയിലായിരിക്കുമെന്ന് കരുതി അവൾ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് പരിചയമുള്ള ഒരു ശബ്ദം അവൾ അവിടെ കേട്ടത്. അതെ, ശ്രീദേവ് തന്നെ. ഇനിയും അവന്റെ അടുത്തേക്ക് പോയി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അവളെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. ആര്യന്റെ റൂമിലേക്ക് അടുക്കും തോറും ശ്രീദേവിന്റെ ശബ്ദവും വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ ഉള്ളൊന്നാളി. അവൾ ആ നടത്തം പതുക്കെയാക്കി. അപ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ അവൾ അവനെ കണ്ടത്. ശ്രീദേവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് അവിടേക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ ഒരു രോഗിയെ പരിശോധിക്കുകയായിരുന്നു. ഇതെന്താ ഈ സമയത്തൊരു പരിശോധന എന്നോർത്തുകൊണ്ട് അവൾ അവിടെ നിന്നു. മിസ്റ്റർ ആദിത്യൻ, എന്നെ ഒന്ന് നോക്കൂ എന്നു പറഞ്ഞ് ശ്രീദേവ് അയാളുടെ അടുത്തേക്ക് പരമാവധി താഴ്ന്നു നിന്ന് ചോദിച്ചപ്പോൾ അയാളിൽ പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീദേവ് പരിഭ്രമത്തിലായിരുന്നു. അവന്റെ മട്ടും പാവവും കണ്ടപ്പോൾ അയാൾക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താണെന്നറിയാൻ വേണ്ടി അവൾ കുറച്ചുകൂടെ റൂമിലേക്ക് കയറി നിന്നു. മിസ്റ്റർ ആദിത്യൻ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീദേവ് അയാളുടെ ഹാർട്ട് ബീറ്റും പൾസുമെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിൽ യാതൊരു പ്രതികരണവും ഇല്ലാതെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ നിർത്താതെ ചുമയ്ക്കാൻ തുടങ്ങി. അയ്യോ ചുമ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അയാളെ കമിഴ്ത്തി കിടത്താൻ ശ്രമിച്ചു. പെട്ടെന്നാണ് അവനത് കണ്ടത്. കട്ടിലിന് തൊട്ടടുത്തുള്ള മേശയിൽ ഒരു ബോട്ടിൽ ശൂന്യമായി കിടക്കുന്നത് കണ്ട് അവൻ ഞെട്ടി. ഉടൻ തന്നെ നേഴ്സ് നേഴ്സ് എന്നവൻ ഉറക്കെ വിളിച്ചു. എന്നാ ആരും തന്നെ അത് കേൾക്കാനുണ്ടായിരുന്നില്ല അവിടെ. പിന്നെ അവൻ നേരെ ആ റൂമിൽ നിന്ന് ഓടി നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് ചെന്നു നോക്കിയപ്പോൾ അവിടെയും ആരുമില്ല. തിരികെ വരുമ്പോഴാണ് വരാന്തയിൽ നിൽക്കുന്ന അമൃതയെ അവൻ ശ്രദ്ധിച്ചത്. അവനൊന്ന് നോക്കി അകത്തേക്ക് ഓടിക്കയറിയിട്ട് അമൃതയെ അകത്തേക്ക് വിളിച്ചു. അപ്പോഴും അവന്റെ വെപ്രാളത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് അമൃതയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വരൂ, അകത്തേക്ക് വരൂ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവിടെ നഴ്സുമാരും അവൈലബിൾ അല്ല. അമൃത തന്നോട് തന്നെയാണോ ഇത് പറഞ്ഞതെന്ന് ഉറപ്പില്ലാതെ ഒന്ന് ചുറ്റിലും നോക്കി. വരൂ അമൃത, നിന്നെ തന്നെ, അവൻ അവളുടെ സംശയം നിറഞ്ഞ നോട്ടം കണ്ടു പറഞ്ഞു. ഞാനോ? എനിക്കിതൊന്നും. അവൾ വാക്കുകൾ കിട്ടാതെ നിന്നു. ഇതൊരാളുടെ ജീവന്റെ കാര്യമാണ്, ആലോചിച്ച് നിൽക്കാതെ ഇങ്ങ് വരൂ, അവൻ നിർബന്ധിച്ചു. അവളാണെങ്കിൽ പേടിച്ചാണ് അകത്തേക്ക് കയറിയത്. അവൾ ഉള്ളിലേക്ക് എത്തിയ പാടെ അവൻ ഉച്ചത്തിൽ പറഞ്ഞു. ആ ട്രേയും ദാ അതിലൊരു പാത്രം വെള്ളവും കൊണ്ടുവരൂ, അവൻ മേശയിലേക്ക് ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ശേഷം അയാളുടെ ഓക്സിജൻ മാസ്ക് റിമൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ട്രേയും വെള്ളവും എടുത്ത് അമൃത കട്ടിലിനടുത്തേക്ക് എത്തി. ആ ട്രേ എടുത്ത് അയാളുടെ അരികിലേക്ക് വെക്കൂ, അവൻ ധൃതിയിൽ പറഞ്ഞു. ആ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവൻ അയാളുടെ വയറിൽ അമർത്താൻ തുടങ്ങി. അയാൾ ചെറുതായി ഞരങ്ങാനും അനങ്ങാനും ഒക്കെ തുടങ്ങിയിരുന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? അമൃതയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇയാൾ ഒരു കുപ്പി ഉറക്ക ഗുളിക വിഴുങ്ങി. അത് മുഴുവനായിട്ടും വയറ്റിലെത്തിയിട്ടില്ല. ഇപ്പൊ വിഴുങ്ങിയതേ ഉള്ളൂന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇയാളെന്ന് ഛർദിപ്പിച്ച് വയർ പമ്പ് ചെയ്യിക്കണം, അവൻ അവളോട് വിശദീകരിച്ചു. ആദ്യമായിട്ടാണ് അവനൊരു കാര്യം ഇത്രയും വ്യക്തവും കൃത്യവുമായിട്ട് അവളോട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീദേവിന്റെ പരിഭ്രമത്തിന് അപ്പോഴും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അയാളെ രക്ഷിച്ചേ മതിയാവൂന്നായിരുന്നു അവന്റെ ചിന്ത. അവൻ ഒരു മടിയും കൂടാതെ അയാളുടെ വായിലേക്ക് വിരലുകൾ ഇട്ടു. അയാൾ ആദ്യം ഛർദിക്കാൻ വിസമ്മതിച്ച് അവന്റെ കയ്യിൽ കയറി കടിച്ചു. ഈ നിമിഷം അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അവനാണെങ്കിൽ അവന്റെ വിരലുകൾ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന അമൃത അവനോടൊരു ഉത്കണ്ഠയോടെ ചോദിച്ചു, വേദനയുണ്ടോ? അപ്പോഴേക്കും അവന്റെ കയ്യിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. അവൻ പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. ദേവ്, നീ ഇങ്ങ് നിക്ക്, ചോര വരുന്നു, ഞാൻ വേറെ ഡോക്ടറെ വിളിക്കാം, അവള് വീണ്ടും പറഞ്ഞു. കൈ വായിൽ നിന്ന് എടുത്തതിനു ശേഷം അവൻ അവളെ നോക്കി അലറി. ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്ക്, അയാൾ അങ്ങോട്ടേക്കാ ഛർദിക്കുക. അവൾ പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് മാറി നിന്നു. അവനത് പറഞ്ഞു തീർന്നതും അയാൾ അങ്ങോട്ട് തന്നെ ഛർദിച്ചു. മാറി നിന്നിട്ടില്ലായിരുന്നെങ്കിൽ അത് മുഴുവൻ അവളുടെ ദേഹത്തേക്കായനെ. ഇനി വേഗം പോയി 2 നഴ്സുമാരെ വിളിക്ക്, വേഗം, ഇപ്പൊ തന്നെ വയർ പമ്പ് ചെയ്യാൻ കൊണ്ടുപോകണം, അവൻ അമൃതയോട് ആജ്ഞാപിച്ചു. ഇത് കേട്ട പാടെ തന്നെ അവൾ പുറത്തേക്ക് ഓടിപ്പോയി. മുകളിലെ നിലയിലെ നഴ്സിംഗ് സ്റ്റേഷനിൽ പോയി 2 നഴ്സുമാരെ വിളിച്ചോണ്ട് വന്നു. ശ്രീദേവ് അപ്പോഴേക്കും അയാളുടെ വൊമിറ്റ് ചെയ്ത അവശിഷ്ടങ്ങളെല്ലാം വൃത്തിയാക്കിയിരുന്നു. നഴ്സുമാരെ കണ്ടപ്പോൾ അവൻ ഒച്ച കൂട്ടി പറഞ്ഞു, വേഗം തന്നെ ഇയാളുടെ വയറ് പമ്പ് ചെയ്യണം, വേഗം ഇയാളെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകും. അത് കേട്ടപാടെ അവർ 2 പേരും കൂടെ രോഗിയെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ശ്രീദേവും അവർക്ക് പിന്നാലെ ഓടി. അമൃതയ്ക്കും അവിടെ നിൽക്കാനുള്ള സമാധാനം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് എന്തായിന്നറിയാൻ അവളും പിന്നാലെ ചെന്നു. ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിലെ മിനി ഐസിയുവിന് പുറത്ത് അവൾക്ക് 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ക്ഷീണിച്ച് തളർന്ന് പുറത്തേക്ക് വന്നു. അവൾക്കരികിലായിരുന്നു ഇരിക്കുകയല്ല, അവൻ തളർന്നവിടെ കിടക്കുകയാണ് ചെയ്തത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ അവനോട് ചോദിച്ചു, നിന്റെ കൈക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടോ?
അവൻ അവന്റെ കയ്യിൽ മൃദുവായി തഴുകിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമൃത നെറ്റി ചുളിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് നോക്കി ചോദിച്ചു, നിന്റെ കൈ എന്താ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണോ? ഇപ്പോഴും ചോര വരുന്നുണ്ടല്ലോ. നീ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേ, ഞാൻ ഓഫീസിലേക്ക് വരാം. എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ട്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അവൻ കുറച്ചു സമയം കൂടെ അവിടെ ഇരുന്ന് വിശ്രമിച്ച ശേഷം ഓഫീസിലേക്ക് നടന്നു. അവളാണെങ്കിൽ വേഗം ഫാർമസിയിൽ പോയി ഓയിൽമെന്റ് വാങ്ങി ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. അവൾ അവന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയായിരുന്നു. നീ എന്തിനാ വീണ്ടും വന്നത്? അവൻ അവളെ ചൊടിപ്പിക്കാനായിട്ട് ചോദിച്ചു. ഞാൻ ദാ ഈ ഓയിൽമെന്റ് വാങ്ങിക്കാൻ പോയതാണ്. അവൾ മറുപടി പറഞ്ഞു. എന്തിന്? അവൻ സംശയത്തോടെ ചോദിച്ചു. നിന്റെ കൈയൊന്ന് നോക്കിയേ, ഈ ഓയിൽമെന്റ് പുരട്ടണം, അത് വേഗം മാറിക്കോളും. അവളൊരു അധികാര ഭാവത്തിൽ പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് ചെറിയൊരു കടി കിട്ടിയതല്ലേ. അവൻ ലാഘവത്തോടെ പറഞ്ഞു. ഒരു മനുഷ്യന്റെ വായിൽ എന്തൊക്കെ ജെംസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകും, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ നഴ്സ് അമൃത? നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശത്തിന് നന്ദി. ഞാൻ എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെ തന്നെ കേൾക്കാം. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. ദേവ് അവളും ആ ചിരിയിൽ പങ്കുചേർന്നു. ദാ എന്റെ കൈ, ഞാൻ ഇൻഫെക്ഷനായി മരിച്ചു പോകുന്നതിന് മുമ്പ് എന്നെ ചികിത്സിക്കോ? അവൻ തമാശ തുടർന്നു. കളിക്കാൻ നിൽക്കാതെ ഈ മരുന്ന് തേക്ക് ദേവ്, അവൾ കുറച്ച് ഗൗരവം നടിച്ചു പറഞ്ഞു. നേഴ്സ് അമൃതയ്ക്ക് എന്താ പണി? ഓയിൽമെന്റ് തേച്ച് തരൂ. അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. അവളും അവന്റെ അടുത്ത് സോഫയിൽ ചെന്നിരുന്ന് അവന്റെ കയ്യിൽ ഓയിൽമെന്റ് പുരട്ടാൻ തുടങ്ങി. ദാ അവിടെ പഞ്ഞി ഇരിപ്പുണ്ട്, അവൻ ഷെൽഫിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ഞാനാരാ, നിന്റെ സെർവന്റോ? അവൾ അവന്റെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. അല്ലാതെ പിന്നെ, വേഗം ചെന്ന് എടുക്ക്, അവൻ ആജ്ഞാപിക്കുന്നത് പോലെ പറഞ്ഞു. കണ്ടിട്ടില്ല, നിന്റെ പിന്നാലെയാണോ ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം നടക്കുന്നത്? അവൾ ആ പഞ്ഞി എടുക്കാൻ പോകുന്നതിനിടെ പറഞ്ഞു. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അതെ, നീ നല്ല നടനാ. നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. അവളും ചിരിച്ചുകൊണ്ട് തിരിച്ചടിച്ചു. അങ്ങനെ അവൾ പഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവന്റെ കയ്യിൽ ഓയിൽമെന്റ് തേച്ചു. ഇന്ന് ചെയ്ത ഹെൽപ്പിന് നന്ദി അമൃത. അവൻ കളിതമാശയെല്ലാം മാറ്റിവെച്ച് സൗമ്യമായി അമൃതയോട് പറഞ്ഞു. അവളൊരു പ്രത്യേക തരം ചിരി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നിന്റെ വായന ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമോ? അത്ഭുതമായിരിക്കുന്നല്ലോ. പതിവില്ലാത്തതായതുകൊണ്ട് എനിക്ക് മറുപടിയൊന്നും കിട്ടുന്നില്ല ദേവ്. അമൃത, എനിക്ക് നിന്നോട് തർക്കിക്കാനുള്ള എനർജിയൊന്നുമില്ല. ഇന്ന് ഞാൻ ഭയങ്കര ക്ഷീണത്തിലാ. അവൻ സോഫയിലേക്ക് ചാരി കിടന്നുകൊണ്ട് പറഞ്ഞു. ശരിക്കു പറഞ്ഞ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത് ദേവ്. അവൾ അവന്റെ കൈ മൃദുവായി തഴുകിക്കൊണ്ട് പറഞ്ഞു. എന്ത്? എനിക്ക് മനസ്സിലായില്ല. അവൻ കണ്ണുകൾ തുറന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ദേവ്, ശരിക്കും നീ പുറത്ത് കാണിക്കുന്നതും പറയുന്നതും ഒന്നുമല്ല നീ ആരാണെന്ന് ഇന്ന് ആ ട്രീറ്റ്മെന്റ് റൂമിൽ വെച്ചാണ് എനിക്ക് മനസ്സിലായത്. വെള്ള കോട്ടുവിട്ട് നന്നായി മുടി ചീകി വൃത്തിയാക്കി നല്ല ഡ്രസ്സും ഇട്ട് മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളെയല്ല. ഡോക്ടർ ശ്രീദേവ് സുബ്രഹ്മണ്യം ഒന്ന് നിർത്തി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ തുടർന്നു. ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി തന്നാൽ കഴിയുന്ന എന്തും ചെയ്യുന്ന ജാടകളൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ, അല്ല ഒരുപാട് നന്മയുള്ള മനുഷ്യനെ ഞാൻ ഇന്നവിടെ കണ്ടു. ഇവിടെയുള്ള എല്ലാ നഴ്സുമാരും എന്തുകൊണ്ടാ നിന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നതെന്ന് എനിക്ക് ഇന്നാണ് ശരിക്കും മനസ്സിലായത്. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ഇത്രയൊക്കെ അവള് പറയുമെന്ന് അവൻ കരുതിയതേയില്ല. അവനെക്കുറിച്ച് ഇത്രയും നന്നായിട്ട് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവൻ അറിയില്ലായിരുന്നോ. അവന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അമൃത, നീ എന്നെ കളിയാക്കാണോ? എന്തായാലും നിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. നിന്നോട് ഇതിന് എന്ത് മറുപടി പറയണമെന്ന് സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ അവൾ കുറച്ചു സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അവര് രണ്ടുപേരും കുറച്ചു സമയം ഒന്നും മിണ്ടാതിരുന്നു. കാലങ്ങളായി സൗഹൃദത്തിലായ രണ്ടു മനുഷ്യരെ പോലെ അവർ പരസ്പരം മൗനത്തിലൂടെ സമ്മതിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോഴും പരസ്പരം മനസ്സിലാക്കാനുള്ള അവളുടെ അപാര കഴിവ് അവനെ അത്ഭുതപ്പെടുത്തി. പ്രണയിക്കാന്ന് പറഞ്ഞാൽ സൗഹൃദത്തിലാകുക എന്നുകൂടിയാണ് അർത്ഥമെന്ന് അവര് വീണ്ടും തിരിച്ചറിഞ്ഞു. ഇന്ന് പരസ്പരം ഒന്നിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് അകലത്തിൽ നിൽക്കുമ്പോഴും അവർ പരസ്പരം സ്നേഹത്തിന്റെ ഈണങ്ങൾ നീട്ടുന്നുണ്ടായിരുന്നു. ഇനി കാണില്ലെന്നും മിണ്ടില്ലെന്നും വാക്കു പറഞ്ഞുറപ്പിച്ചിട്ട് അങ്ങനെ അല്ലെന്നുള്ളതുപോലെയായിരുന്നു അവരുടെ ഇരിപ്പ്. കുറച്ചു കഴിഞ്ഞപ്പോ അവൻ എഴുന്നേറ്റ് മേശയുടെ അടുത്ത് പോയി അവിടുന്ന് ഒരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്കുള്ളതാണ്. അവൾ തല ഉയർത്തി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. എന്താണിത്? അവൻ ഇതിനും പാരിതോഷികം തരുകയാണോന്ന് ആലോചിച്ച് അവൾ ചോദിച്ചു. ഇതോ? ഒന്നുമില്ലടോ, ഇതും താൻ അന്ന് ചോദിച്ച പണമാണ്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. പണം? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അതെ, നീ അന്ന് ചോദിച്ചില്ലായിരുന്നോ കുറച്ചു പണം? അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇത് 50,000 രൂപയുണ്ട്. ഇത് മതിയാവില്ലേ നിനക്ക്?
അവൻ ഭാവമാറ്റം ഇല്ലാതെ ചോദിച്ചു. അന്ന് തന്നെ അപമാനിച്ചിറക്കി വിട്ട ആള് തന്നെയാണോ ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് സംശയം തോന്നി. 50,000 രൂപ? അതെ. 50,000 രൂപയല്ലേ നീ ചോദിച്ചത്? അവൻ വീണ്ടും ചോദിച്ചു. അതെ, പക്ഷേ അതന്നല്ലേ. ഞാനതെല്ലാം സെറ്റിലാക്കി. ഇപ്പോ എനിക്കിതിന്റെ ആവശ്യമില്ല. അവൾ പറയുന്നത് കേട്ട് അവന്റെ മുഖം പെട്ടെന്ന് വികൃതമായി. പിന്നെ നീ എന്തിനാ ഇപ്പോഴും പാർക്ക് റവന്യൂവിലെ ജോലിക്ക് പോകുന്നത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അത് സോൾവ് ചെയ്യാനാണ്, അവള് തപ്പിത്തടഞ്ഞു പറഞ്ഞു. നിനക്കപ്പോൾ മാത്യുവിനോട് ചോദിച്ചൂടെ? നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അവന്റെ കൂടെ പ്രശ്നങ്ങളല്ലേ? അവൻ ചോദ്യം ചെയ്യൽ തുടർന്നു. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും ഒരു ബാധ്യതയാവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് പണത്തിന് ഇത്തിരി അത്യാവശ്യം വന്നു. അതുകൊണ്ടാ അന്ന് നിന്റെ അടുത്തേക്ക് വരേണ്ടി വന്നത്. നിനക്ക് സഹായിക്കാൻ മനസ്സിലായിരുന്നു. അവൾ പറഞ്ഞത് കൂടിപ്പോയി എന്ന് തോന്നിയതുകൊണ്ട് അവൾ പെട്ടെന്ന് അവിടെ അതങ്ങ് നിർത്തി. അന്ന് ഞാൻ പറഞ്ഞതാണല്ലോ പണം റെഡിയാക്കാമെന്ന്. അവൻ അവളിൽ നിന്ന് അത്രയ്ക്ക് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പറഞ്ഞു. ചിലത് വേണ്ട സമയത്ത് തന്നെ കിട്ടണം ദേവ്. അത് കഴിഞ്ഞ് അത് മുന്നിൽ കൊണ്ടുവച്ചാലും അതിന് അതേ മൂല്യം ഉണ്ടായെന്ന് വരില്ല. നിനക്കത് മനസ്സിലാവില്ല. അവൾ എന്തോ തത്വം പറയുന്നത് പോലെ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കത് മനസ്സിലാവില്ല. നിന്റെ അത്യാവശ്യങ്ങളും നീ പണം ഉണ്ടാക്കുന്നതും ഒന്നും മനസ്സിലാവില്ല. അവൻ പരിഭവം ഭാവിച്ചു പറഞ്ഞു. അവൻ ആ കവർ മേശയിലേക്ക് തന്നെ തിരികെ വെച്ചു. എന്തായാലും എനിക്ക് വേണ്ടി നീ ഇത് കരുതിയല്ലോ, വളരെ സന്തോഷം. ഞാനിത് വാങ്ങിച്ചിട്ടില്ലെന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്, അവൾ വിശദീകരിച്ചു. അവൾ പേഴ്സ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവളുടെ കൈ കവർന്നുകൊണ്ട് അവൻ ചോദിച്ചു. എവിടെ നിന്റെ നെക്ലേസ്? അവന്റെ മുഖം പരുഷമായിരുന്നു. അവൾ നാവ് ഇറങ്ങിപ്പോയതുപോലെ നിശ്ചലയായിട്ട് നിന്നു. എവിടെ അമൃത? നിന്റെ നെക്ലേസ് എവിടെ? ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? അവൻ ചോദ്യങ്ങൾ ആവർത്തിച്ചു. അവന്റെ മുഖം കൂടുതൽ വിപർണമായി. അവൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. എന്തു മറുപടി പറഞ്ഞാലാണ് അവനെ സമാധാനിപ്പിക്കാൻ പറ്റുകയെന്ന് ആലോചിച്ച് അവളുടെ തല പുകഞ്ഞു. അവനെ കണ്ടതും മിണ്ടിയതും ഇങ്ങനെ സഹായിച്ചതെല്ലാം വേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂട്ടുകാർക്ക് കഥകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഒരു ദിവസം 2 ഭാഗമായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ അതിനായിട്ട് കൂടെ ട്രൈ ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളും ഇവിടെ കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്